അതീവ പ്രതിഭാശാലി, ദീർഘവീക്ഷണമുള്ള, കാലത്തിന് മുന്നേ നടന്ന പ്രഗത്ഭനായ ഇൻവെന്റർ. അയാളുടെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ മാറ്റിമറിച്ചു. പക്ഷേ കയ്യിൽ കാശില്ലാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ചരിത്രത്തിലെ താളുകളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ലോകം അദ്ദേഹത്തെ മറന്നു, പിന്നീട് സ്മരിച്ചു. ടെസ്ല, നിക്കോളസ് ടെസ്ല എന്ന ലോകം ഏറെ ആദരിക്കുന്ന ഇൻവെന്ററെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇടിമിന്നലുള്ള ഒരു രാത്രിയിൽ 1856 ജൂലൈ 10 സ്മിൽജാൻ, ഇന്നത്തെ ക്രൊയേഷ്യ എന്ന രാജ്യത്തെ ഒരു ചെറു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. അമ്മ വളരെ ബുദ്ധിമതിയായ, നല്ല ഓർമ്മശക്തിയുള്ള ഒരു ഹൗസ് വൈഫായിരുന്നു. തൻ്റെ അമ്മയുടെ ഓർമ്മശക്തിയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും അദ്ദേഹം പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായി ടെസ്ല ഗ്രാസിലെ ഓസ്ട്രിയൻ പോളിടെക്നിക്കിൽ ചേർന്നു. അവിടെ AC-യിൽ വളരെ അവഗാഹമായ പഠനം നടത്തി. എന്നിരിക്കലും മറ്റു വിഷയങ്ങളിൽ തീരെ താല്പര്യം കാട്ടാത്തതിനാൽ അദ്ദേഹത്തിന് തൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ ഡ്രോപ്പ് ഔട്ടായി. ശേഷം യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ കമ്പനികളിൽ പല തരത്തിലുള്ള ജോലികൾ സ്വീകരിച്ചു. അതിനുശേഷം ഒടുങ്ങാത്ത മോഹവും കയ്യിൽ വളരെ കുറച്ച് പണവുമായി അമേരിക്കയിലേക്ക് കപ്പൽ കയറി. അവിടെ എത്തിയ ടെസ്ല തൻ്റെ മനസ്സിൽ വളരെ ആരാധനയോടെ കണ്ടിരുന്ന തോമസ് ആൽവ എഡിസനെ കണ്ടുമുട്ടി. നിങ്ങൾക്കറിയാം ആരാണ് തോമസ് ആൽവ എഡിസൺ എന്ന്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ കൂടിയായിരുന്നു. അങ്ങനെ ടെസ്ല തോമസ് ആൽവ എഡിസന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും റിപ്പയർ വർക്കുകളും എഡിസൺ ടെസ്ലയെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ചില പാരിതോഷികങ്ങൾ എഡിസൺ പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ ടെസ്ല ഈ വർക്കുകളെല്ലാം വളരെ കൃത്യതയോടെ ചെയ്ത് തിരിച്ചെത്തി കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്തിരുന്ന പണം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് അമേരിക്കക്കാരുടെ തമാശയെ നിങ്ങൾക്ക് വിദേശികൾക്ക് മനസ്സിലാകില്ല എന്നായിരുന്നു. അത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അതുമാത്രമല്ല, തോമസ് ആൽവ എഡിസൺ DC-യുടെ ഒരു പ്രായോക്താവായിരുന്നു. ഡയറക്റ്റ് കറണ്ടാണ് ഏറ്റവും നല്ലതെന്നും അത് ലോകം എമ്പാടും വ്യാപിപ്പിക്കുന്നതാണ് നല്ലതെന്നും കരുതിയ ഒരു മനുഷ്യനായിരുന്നു തോമസ് ആൽവ എഡിസൺ. എന്നാൽ ടെസ്ല ആകട്ടെ AC-യെ ഭാവിയുടെ ഊർജ സ്രോതസ്സായി കാണുകയും എല്ലാ തരത്തിലുള്ള ഒരു അസ്വാരസ്യവും എഡിസനും ടെസ്ലയ്ക്കും ഇടയിൽ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ടെസ്ല എഡിസന്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തുപോയി. എഡിസന്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തുപോയ ടെസ്ല ചെന്ന് എത്തിയത് മറ്റൊരു വലിയൊരു ബിസിനസ്മാൻ്റെ അടുത്തായിരുന്നു, ജോർജ് വെസ്റ്റിംഗ് ഹൗസ്. അതുവരെ ജോർജ് വെസ്റ്റിംഗ് ഹൗസ് ചെയ്തിരുന്നത് ട്രെയിനിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം, സിഗ്നൽസ് ഇവയൊക്കെ ആയിരുന്നു. നിക്കോളസ് ടെസ്ലയെ പരിചയപ്പെട്ടതിന് ശേഷം ജോർജ് വെസ്റ്റിംഗ് ഹൗസ് AC-യുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയും അതിലേക്ക് തൻ്റെ ഉൽപ്പന്നങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. തൻ്റെ DC-യിലുള്ള അമിതമായ ആത്മവിശ്വാസവും AC കറണ്ട് അപകടകരമാണെന്നുള്ള ഒരു തോന്നലും വെസ്റ്റിംഗ് ഹൗസിനെതിരെയും നിക്കോളസ് ടെസ്ലയ്ക്കെതിരെയും ഒരു ക്യാമ്പയിൻ നടത്താൻ എഡിസൺ തീരുമാനിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ക്യാമ്പയിൻ അദ്ദേഹം നടത്തി. അതിലൊന്ന്, ഒരു ചെറിയ ആനക്കുട്ടിയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് AC ഷോക്കടിപ്പിച്ചു കൊന്നു. അദ്ദേഹമല്ല ചെയ്തത്, അദ്ദേഹം പറഞ്ഞയച്ച ആൾക്കാരാണ് അകൃത്യം നിർവഹിച്ചത്. അതുപോലെ തന്നെ ഒരു ക്രിമിനലിനെ ഇലക്ട്രിക്യൂട്ട് ചെയ്യുവാനും അദ്ദേഹം AC ഉപയോഗപ്പെടുത്തി. ഇതെല്ലാം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ DC മെച്ചമാണെന്നും ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്നത് അപകടകരമായ ഒന്നാണെന്നും വരുത്തി തീർക്കാനും അതുവഴി വെസ്റ്റിംഗ് ഹൗസിനെയും ടെസ്ലയെയും കരുതേക്കുവാനുമായിരുന്നു അദ്ദേഹം അതൊക്കെ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ ടെസ്ല ഉൾപ്പെടുന്ന വെസ്റ്റിംഗ് ഹൗസിന്റെ AC-യും എഡിസന്റെ DC-യും തമ്മിൽ ഉള്ള പക വർദ്ധിച്ചു വന്നു. ഈ ബിസിനസ് റൈവൽറി അന്ന് അറിയപ്പെട്ടിരുന്നത്
വാർ ഓഫ് കറൻസ് എന്നാണ്. 1891 ചിക്കാഗോ വേൾഡ് ഫെയറിൽ വെച്ചാണ് ഈ വാർ ഓഫ് കറണ്ട് അവസാനിക്കുന്നത്. ഈ വേൾഡ് ഫെയറിന് വേണ്ട ഇലൂമിനേഷൻ നടത്തുന്നതിന് വേണ്ടി ബിഡ് സ്വീകരിച്ചപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബിഡ് നൽകിയത് വെസ്റ്റിംഗ് ഹൗസ് ആയിരുന്നു. അങ്ങനെ അവർ അവിടെ അവരുടെ തന്നെ ബൾബും AC ഉപയോഗിച്ച് വളരെ നല്ല ദീപാലങ്കാരം നടത്തി. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ലോകം എമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റി. അതോടുകൂടി ഈ DC ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന എഡിസന്റെ സ്വപ്നം പൊലിഞ്ഞു. ഈ ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾ AC മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തടാകത്തിലെ ബോട്ടിനെ നിയന്ത്രിച്ചിരുന്നു. അപ്പം അന്ന് റിമോട്ട് കൺട്രോൾ എന്താണെന്ന് പോലും അറിയപ്പെടാത്ത ഒരു സമയത്താണ് തടാകത്തിലുള്ള ഒരു ബോട്ടിനെ തൻ്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിച്ചത്. വെസ്റ്റിംഗ് ഹൗസിന്റെ AC-യേക്കാൾ എന്തുകൊണ്ടും മെച്ചം DC ആണെന്ന് വരുത്തി തീർക്കാൻ എഡിസൺ എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാന വിജയം നേടിയത് AC തന്നെയാണ്. ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ് പ്രധാനമായും AC തന്നെയാണ്. അപ്പോൾ ഈ എഡിസന്റെ ഈ മാർക്കറ്റ് പ്രചരണത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വെസ്റ്റിംഗ് ഹൗസിനുണ്ടായിരുന്നില്ല. ടെസ്ലയുടെ മോട്ടോറും പോളിഫേസ് AC-യും നിർമ്മിച്ചുകൊണ്ട് എഡിസനെ നേരിടാനുള്ള ഒരു സാമ്പത്തിക ശേഷി അന്ന് വെസ്റ്റിംഗ് ഹൗസിനുണ്ടായിരുന്നില്ല. അങ്ങനെ വെസ്റ്റിംഗ് ഹൗസ് ഒരു കടബാധ്യതയുടെ വക്കിലെത്തി. ആ സമയത്ത് ടെസ്ല തനിക്ക് വെസ്റ്റിംഗ് ഹൗസ് നൽകാമെന്ന് ഏറ്റിരുന്ന റോയൽറ്റി ഇനത്തിൽപ്പെട്ട ആ ഒരു തുക വേണ്ടെന്ന് വെച്ചു. അത് സത്യത്തിൽ വെസ്റ്റിംഗ് ഹൗസിന് വളരെ വളരെ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ എന്ന നിലയ്ക്ക് വെസ്റ്റിംഗ് ഹൗസിന് ഈ ഒരു തുക കിട്ടുന്നത് വളരെ അനുഗ്രഹമായിരുന്നു. 6 വർഷം കഴിഞ്ഞതിന് ശേഷം $2,16,000 വെസ്റ്റിംഗ് ഹൗസ് ടെസ്ലയ്ക്ക് നൽകി. ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ടെസ്ല സ്വന്തമായിട്ട് ഒരു കമ്പനി രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് വയർലെസ് ആയിട്ട് ലോകമെമ്പാടും ഊർജം ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആകാശത്ത് നോക്കിയാൽ രാത്രികാലങ്ങളിൽ ഭൂമി പ്രകാശിക്കുന്നു. അതിൻ്റെ 99% ടെസ്ലയുടെ AC ഉപയോഗിച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ DC സത്യത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. വളരെ കുറച്ച് അകലത്തിലേക്ക് മാത്രമേ DC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയൂ. DC ആയിരുന്നു നമ്മുടെ ഊർജ്ജ സ്രോതസ്സെങ്കിൽ ഈ DC വൈദ്യുതി ഇത്ര കണ്ട് ഒരു പ്രചാരം നേടുമായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്ര കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കുമായിരുന്നില്ല. താങ്ക്സ് ടു നിക്കോളാസ് ടെസ്ല ഫോർ ഹിസ് ഇൻവെൻഷൻ ഓഫ് AC ജനറേറ്റർ. അതിൻ്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ടെസ്ല കോയിലാണ്. ഹൈ ഫ്രീക്വൻസി, ഹൈ വോൾട്ടേജ്, ലോ കറണ്ട് ഡിവൈസാണ് ടെസ്ല കോയിൽ. ഈ ടെസ്ല കോയിൽ ഉപയോഗിച്ച് അദ്ദേഹം പല ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അവയിൽ ചിലതാണ് എക്സ്റേസ്, ഫോസ്ഫോറസൻസ്, ഇലക്ട്രോതെറാപ്പി, വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് എനർജി. ഇതെല്ലാം ഈ ടെസ്ല കോയിൽ ഉപയോഗിച്ച് നടത്താമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. മൈക്രോവേവ് അവൻ, സ്പാർക്ക് പ്ലഗ് ഇവയെല്ലാം ആദ്യം നിർമ്മിച്ചത് നിക്കോളാസ് ടെസ്ലയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പരിഷ്കൃത രൂപങ്ങളാണ് പിന്നീട് വന്നത്. സത്യത്തിൽ ആദ്യത്തെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്തിയത് ടെസ്ലയാണ്. ടെസ്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേറ്റന്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് മാർക്കോണി ഉപയോഗിച്ചതെന്നാണ്. അങ്ങനെ അദ്ദേഹം അത് സ്യൂ ചെയ്ത ശേഷം മരണപ്പെട്ട ശേഷം കോടതി വിധിച്ചത് ഈ വയർലെസ് ട്രാൻസ്മിഷൻ്റെ പേറ്റന്റ് ടെസ്ലയ്ക്കുള്ളതെന്നാണ്. മറ്റൊന്ന് എക്സ്റേ. ജർമ്മൻ ശാസ്ത്രജ്ഞനായ റോൺജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. അപ്പോൾ റോൺജന് മുമ്പ് തന്നെ നിക്കോളാസ് ടെസ്ല എക്സ്റേ കണ്ടുപിടിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഷൂ ഇട്ട ഒരു കാലിൻ്റെ എക്സ്റേ ഫോട്ടോഗ്രാഫാണ് ഞാനിവിടെ കാണിക്കുന്നത്. അസാമാന്യമായ ഓർമ്മശക്തിയുള്ള ആളായിരുന്നു നിക്കോളാസ് ടെസ്ല. പല ഉപകരണങ്ങളുടെയും ഡ്രോയിങ്ങുകൾ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. മോഡലുകൾ മനസ്സിൽ തന്നെ ഉണ്ടാകും. മനസ്സിലുള്ള മോഡൽ അനുസരിച്ച് അദ്ദേഹം ഉപകരണങ്ങൾ നിർമ്മിക്കുമായിരുന്നു. പിന്നെ ഒരല്പം എക്സെൻട്രിക് ആയിരുന്നു അദ്ദേഹം. ഉറക്കം തീരെ കുറവായിരുന്നു. ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. അദ്ദേഹത്തിന് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടായിരുന്നു. ഈ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അക്കങ്ങളുള്ള ഹോട്ടൽ റൂമുകൾ അദ്ദേഹം ഒരിക്കലും പ്രിഫർ ചെയ്തിരുന്നില്ല. ജീവിത അവസാനം വരെ അദ്ദേഹം അവിവാഹിതനായിരുന്നു. ടെസ്ലയുടെ അവസാന നാളുകൾ വളരെ ദുരിതപൂർണമായിരുന്നു. ഹോട്ടൽ ന്യൂയോർക്കർ എന്ന ഹോട്ടലിലാണ് അദ്ദേഹം
താമസിച്ചിരുന്നത്. അക്കാലങ്ങളിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഹോട്ടൽ ന്യൂയോർക്കിൽ താമസിച്ചിരുന്ന അദ്ദേഹം പ്രാവുകളെ പോറ്റുക എന്ന ഒരു ഹോബിയിലാണ് ഏർപ്പെട്ടിരുന്നത്. ഈ കാലയളവിൽ ശത്രുവിമാനങ്ങളെ വളരെ ദൂരെ വച്ച് തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റേഡിയേഷൻ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ആ റേഡിയേഷനെ ഡെത്ത് റേസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം അവകാശപ്പെട്ടതേ ഉള്ളൂ, ഡെമോൺസ്ട്രേഷൻ ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. അവസാനം അദ്ദേഹം ഒരു ദുരൂഹമായ കാർ ആക്സിഡന്റിൽ പെടുകയുണ്ടായി. കാർ ആക്സിഡന്റിൽ പെട്ട ശേഷം ഹോട്ടലിൽ കിടന്ന് മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്തത്. ആ മരണം പോലും ഒരു ദുരൂഹമായ മരണമാണെന്നാണ് പറയപ്പെടുന്നത്. ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മാത്രമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കാർ കമ്പനിയുടെ പേര് ടെസ്ല എന്ന് കൊടുക്കാൻ കാരണം ടെസ്ല എന്ന മഹാനായ മനുഷ്യൻ്റെ ഓർമ്മ എന്നെന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ടെസ്ല കണ്ടുപിടിച്ച ഇൻഡക്ഷൻ മോട്ടോർ അതിൻ്റെ പരിഷ്കൃത രൂപമാണ് ടെസ്ല കാറുകളിൽ ഉപയോഗിക്കുന്നത്. ടെസ്ല വെറും ഒരു ഇൻവെന്റർ ആയിരുന്നില്ല, ഭാവിക്ക് വേണ്ടി സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന ഒരു വിഷണറിയായ ഇൻവെന്റർ ആയിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര സമ്പത്തോ അംഗീകാരമോ ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തെ ഇന്ന് ഈ രീതിയിൽ എത്തിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ടെസ്ല, ഇവരെ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് കമൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.